ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നൊരു നീണ്ട ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ദേ എണീറ്റപ്പോ ഇന്ന് നമുക്ക് അടുപ്പ് കത്തിക്കണില്ല. കാരണം ഇന്ന് ചോറ് വെക്കണ്ട. നമുക്ക് ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാവില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ചോറ് വെച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ദേ സോസ് പാനിൽ വെള്ളം വെച്ചിട്ട് നമ്മുടെ ABC പൗഡറാണ് കാലത്ത് കഴിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒരു 1.5 അല്ലെങ്കിൽ 1.25 സ്പൂണിൽ പൗഡർ ഇട്ട് കൊടുക്കും. എന്നിട്ട് വെള്ളം ഒന്ന് ചൂടാവില്ല. തിളക്കില്ല. ജസ്റ്റ് ചൂടാവുമ്പോ നമ്മുടെ ഗ്ലാസ്സിലേക്ക് പൗഡറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും ട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് പനീറിന്റെ ഒരു ചെറിയൊരു മസാല, വല്ലാണ്ട് മസാല ഇല്ലാണ്ട് ചെറിയൊരു ഗ്രേവി മാതിരി ഒരു കറി ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ദേ ഈ ഒരു പനീറാട്ടോ യൂസ് ചെയ്യണത്. അപ്പൊ ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് തന്നെ കുറച്ചെടുത്തിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി വെക്കണം. കുറച്ചൊന്ന് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വേഗം അതൊന്ന് നോർമൽ ടെമ്പറേച്ചറിലേക്ക് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പാർക്കല് പോലെ ഇരിക്കില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാല് ആം, എന്താ പറയാ, പരിപാടി കഴിഞ്ഞിട്ട് ജിമ്മിൽ പോവാതാണ് ആദ്യത്തെ പരിപാടി. അപ്പോ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 തവണയെങ്കിലും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറെ റിക്വസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോ പാർക്കുട്ടി ഒന്ന് സ്കൂളിൽ പോയി തുടങ്ങിയിട്ടൊക്കെ വേണം എനിക്കതൊക്കെ ഒന്ന് നോർമലാക്കി വരാൻ. ഇപ്പൊ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്കിൻ കെയറും ഒക്കെ ആയിട്ട് അങ്ങനെ പോവാന്നാണ് വിചാരിക്കണേ. പിന്നെ ജിമ്മിൽ പോയിട്ട് ഇതേ വയറ് നല്ല രീതിക്ക് തന്നെ കുറഞ്ഞു. ഞാൻ ജിമ്മിന് പോയി തുടങ്ങിയത് ഡിസംബർ തുടങ്ങിയിട്ടാണ്. അപ്പൊ ഡിസംബറിൽ എനിക്ക് എന്താ പറയാ, ഡിസംബർ ജനുവരി അപ്പൊ 2 മാസം, ജനുവരി 18-ന് 2 മാസം ആവുള്ളൂ കേട്ടോ, ജനുവരി വന്നു കഴിഞ്ഞാല്. അപ്പോ അത്രയാണ് എനിക്ക് ആ ഒരു എന്റെ വയറ് നല്ല രീതിക്ക്. പിന്നെ ഞാൻ വെയിറ്റ് കുറച്ചിട്ടാണ്, ഞാനാണെങ്കിലും അമ്മൂട്ടിയാണെങ്കിലും ജിമ്മിന് പോയി തുടങ്ങിയത് വെയിറ്റ് കുറച്ചിട്ടാണ്. അപ്പൊ എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് എന്റെ ഓവറായിട്ടുള്ള ഞങ്ങൾ രണ്ടുപേരും അമിതമായ ഫാറ്റ് ഒക്കെ കുറച്ചിട്ടാണ് ഞങ്ങള് ജിമ്മിന് പോവാന്നുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ ദേ ആ ഒരു ഡ്രിങ്ക് കുടിക്കുക. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് അമ്മുക്കുട്ടി ഡിസംബറിൽ ചേർന്നാലും പരീക്ഷയായപ്പോ അവൾ ആ 2 ആഴ്ച അവള് മുടക്കായിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ അവൾക്ക് വയറിന് സുഖമില്ലാണ്ട് ലൂസ് മോഷൻ ആയിട്ട് ഒരു 3-4 ദിവസം മുടങ്ങി. ഈ NCCയുടെ പരേഡ് എന്ന് പറഞ്ഞിട്ടും പിന്നെ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പൊ അമ്മൂട്ടി കുറേ ലീവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അമ്മൂട്ടി ട്രാൻസ്ഫർമേഷൻ ഇട്ടപ്പോ എല്ലാവരും പറഞ്ഞു ജിമ്മിന് കൊണ്ടുപോയിട്ടാണ് നിങ്ങൾ കുറച്ചേന്നുള്ളത്. ജിമ്മിന് പോണത് തന്നെ അത് ഭയങ്കര വലിയ കാര്യമാണ്. ജസ്റ്റ് പോയിട്ടൊന്നും മാത്രമല്ലല്ലോ. അപ്പോ ഇന്ന് നമുക്ക് വെള്ളപ്പാട്ട്, അപ്പൊ അതിന്റെ മിക്സ് ആണിത്. അപ്പൊ എന്തായാലും നമുക്ക് ആ പണികൾ നടത്തുകയും ചെയ്യാം. പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ, ഉള്ളിച്ചമ്മന്തി. അപ്പൊ ഞാൻ ഈ അടുക്കളയിൽ അതിന്റെ പണികളിലാട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജിമ്മിന് പോയിട്ട് തടി കുറച്ചുകൊണ്ടൊന്നും അതൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷെ അത് നല്ല കാര്യമല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ചെയ്ത കാര്യം കേട്ടോ. നമ്മള് ഓവറായിട്ടുള്ള അമിതമായ ഫാറ്റ് ശരീരത്തിൽ നിന്ന് കുറച്ചിട്ടാണ്. ഇപ്പൊ ഞാൻ അങ്ങനെ ഇരുന്ന് പറയുമ്പോ എന്റെ ജിമ്മിലുള്ള ഒരുപാട് പേര് കാണണ്ടാവില്ലേ. അപ്പൊ ഞാൻ എനിക്കിന്ന് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് അമിതമായ ഫാറ്റ് എന്റെ അമ്മുകുട്ടിക്കാണെങ്കിലും എനിക്കാണെങ്കിലും. ഇപ്പൊ അമ്മുക്കുട്ടിയുടെ കാര്യം ഞാൻ അവിടെ ചെന്നിട്ട് വെയിറ്റ് ലോസിനാണെന്ന് പറഞ്ഞപ്പോ അവര് ചോദിച്ചത്, ഇപ്പൊ അത്യാവശ്യം വെയിറ്റ് ഒന്നും ഇല്ലല്ലോ കുട്ടി, നോർമലായിട്ട് ആണെന്നാണ്. കാരണം എന്ന് വെച്ചാല് അവൾക്ക് ഇതിനെ മുന്നേ ആയിരുന്നു നല്ല ടയർ മാതിരി സൈഡിലൊക്കെ വണ്ണവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടാണ് ഞങ്ങള് ജിമ്മിൽ പോയി തുടങ്ങി കേട്ടോ. അപ്പൊ ജിമ്മിൽ പോയി തന്നെ വ്യത്യാസമുണ്ട്. പിന്നെ അവൾക്ക് അങ്ങനെ കൺസിസ്റ്റന്റ് അതങ്ങനെ സ്ഥിരമായി പോവാൻ പറ്റിയിട്ടില്ല. പിന്നെ അവൾക്ക് ചെറിയൊരു മടി വന്നിട്ടുണ്ട്. കാരണം ഈ രാവിലെ എണീറ്റ് പോണേന്റെ. അപ്പൊ അവളില്ല എന്നൊക്കെയാണ് ഇനി പറയുന്നത്. അപ്പൊ ഞാൻ എന്നാലും നിർബന്ധിക്കുന്നുണ്ട്. കാരണം ആ ഒരു സ്കിന്നിന്റെ അങ്ങനെ ആ ഒരു ഇത് വരില്ലേ, നമുക്ക് എന്താ പറയാ, തൊടയും ഹിപ്പും ഒക്കെ ഒന്ന് ആ ഒരു നല്ല ഒന്ന് സ്ട്രെങ്തൻ ആവാനൊക്കെ നല്ലതാ. അപ്പോൾ അവൾക്ക് വെയിറ്റ് ഒക്കെ ഇപ്പോൾ ഓക്കെയാണ്. അപ്പോ അറിയില്ല ഇനി അവൾ എത്രത്തോളം ഉണ്ടാവുമെന്നൊന്നും. അവൾക്കൊരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. പിള്ളേരല്ലേ എന്നിങ്ങനെ രാവിലെയൊക്കെ അത്യാവശ്യം നേരത്തെ പോകണമൊക്കെ അല്ല, അതുകൊണ്ടായിരിക്കാം. പിന്നെ അവൾക്ക് പഠിക്കാനും ഉണ്ട്. അപ്പൊ ദേ നമ്മുടെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവണു. പക്ഷെ ഞാൻ ജിമ്മിന് പോയിട്ട് എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. ജിമ്മിന് പോവാന്ന് മാത്രല്ല, നല്ല കോച്ച് ഉണ്ടാവണം. പ്ലസ് നമ്മൾ അവർ പറയുന്ന രീതിയിൽ നമ്മൾ എന്താ പറയാ, യാതൊരു വിധത്തിലുള്ള ഉഴപ്പലും ഇല്ലാണ്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ അത് ചെയ്യണം. അതിലാണ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം കേട്ടോ. നമ്മള് പൈസ കൊടുത്ത് ജസ്റ്റ് ജിമ്മിൽ പോയി വെറുതെ വർത്താനം പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. നമ്മള് നമ്മുടെ എഫേർട്ട് നമ്മളതിൽ 100% നമ്മൾ ഇടണം. എന്നാലാണ് നമ്മളത് ചെയ്തതിനും നമ്മൾ പോയതിനും ഒരു മെനക്കെട്ട് നമ്മളിങ്ങനെ എണീറ്റ് രാവിലെ, ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ പുലർച്ചെ എന്റെ പണികൾ കഴിച്ച് നമ്മൾ രാവിലെ നമ്മൾ പുലർച്ചെ നേരത്ത് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ജിമ്മിന് പോണവര് നമ്മൾ പേർലി മണി പറഞ്ഞ അവരോടൊക്കെ റെസ്പെക്റ്റ് ആണ് നമുക്ക്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും കാര്യം നമ്മൾ അതിനു വേണ്ടി എണീറ്റ് നമ്മൾ അതിന് പോയി നമ്മൾ മെനക്കെട്ട്, അപ്പൊ ആ മെനക്കെടാൻ നമ്മൾ തയ്യാറാവണം. അതാണ് മെയിൻ ട്ടോ. അപ്പൊ ഞാൻ ദേ എന്റെ പണികൾ കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ലേ ഉണ്ടാക്കണ്ടോ. പിന്നെ അമ്മൂന് ബ്രേക്ക്ഫാസ്റ്റ് മതി ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ പിന്നെ ഞാനത്, അവൾക്ക് ഇഷ്ടമാണ് പനീറും വെള്ളപ്പൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ നേരെ പോയിട്ട് ഒന്നും കൂടി ഒന്ന് ഫേസ് വാഷ് ഒക്കെ ഇട്ട് മുഖം കഴുകി ദേ നമ്മള് ജിമ്മിന്റെ ഔട്ട്ഫിറ്റ് മാറി
ഇനി അപ്പൊ അമ്മൂനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നൊന്നും അമ്മു ഉണ്ടായിരുന്നില്ല. NCCയുടെ പരേഡ്, അതുപോലെ തന്നെ അവൾക്ക് വയ്യ. ഡബിൾ പരേഡൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ ഡേ പരേഡൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അവൾക്ക് വയ്യാന്ന് പറഞ്ഞു. പിന്നെ അതിന് മുന്നത്തെ ദിവസമൊക്കെ അവള് മുടക്കായിരുന്നു. ഈ ലൂസ് മോഷനും വയറിന് സുഖമില്ലാണ്ടൊക്കെ ആയിട്ട്. അപ്പോ ദേ ഞാനൊരു ചീർപ്പ് മേടിച്ചു കേട്ടോ. അത് നെക്സ്റ്റ് ഒന്ന് മേടിച്ചതാ. അത് കണ്ടപ്പോ രസം. പക്ഷെ ഉണ്ടല്ലോ നമ്മുടെ വിരലിന്റെ അത്രയ്ക്കുള്ള ചീർപ്പ്. പക്ഷെ നമുക്ക് ഈ വകച്ചിലെടുക്കാനൊക്കെ അടിപൊളി കേട്ടോ. അത് ഇങ്ങനെ നല്ല ചെറിയ ചീർപ്പായതുകൊണ്ട്. ഞാൻ അതെടുത്തൊന്ന് ചീകി നോക്കിയതാ. അപ്പൊ ദേ നമ്മള് മുടിയൊക്കെ ഒന്ന് കെട്ടി അമ്മൂട്ടി ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവള് ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്. അപ്പൊ ദേ എന്റെ ഈ ഡ്രസ്സിന്റെ കണ്ടില്ലേ കൈ ഭയങ്കര ഫിറ്റ് ആയി. അപ്പൊ എനിക്ക് ഒരു സന്തോഷം കേട്ടോ. കാരണം മസിൽ ഗ്രോത്ത് നമുക്ക് വരുന്നുണ്ട്. 2 മന്ത്സ് ഇതേ ഇപ്പൊ ജനുവരി 18 ആയാലാവും. അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ കൈ ഇങ്ങനെ മടക്കുമ്പോ തന്നെ നമുക്ക് ആ ഒരു മസിൽ കണ്ട അങ്ങനെ ഇങ്ങനെ വരണ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അത് പൊന്തി വരുന്നത് നമ്മളധികം ബലമൊന്നും പിടിച്ചില്ലെങ്കിലും നോർമലായിട്ട് അതിങ്ങനെ ആ ഭാഗം ചെറിയൊരു കെർവ് മാതിരി വരുന്നുണ്ട്. അപ്പം മസിൽ ഗ്രോത്ത് ഉണ്ട്. നമ്മൾ ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്. നമുക്ക് നല്ലൊരു ട്രെയിനിങ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ അതിന് എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ എന്റെ ഒരു ഹാപ്പിനെസ് ആണ് ഞാൻ ഈ പറയണത്. അപ്പൊ ദേ അമ്മക്കുട്ടി വന്നു, ഞങ്ങളിതേ ഇറങ്ങിട്ടോ. ഇനി ജിമ്മിൽ പോയി. ഇന്ന് നമുക്ക് കാർഡിയോ ആണ്. കാർഡിയോയും കോർ വർക്കൗട്ട് നമുക്ക് വീക്കിലി 2 തവണ ഉണ്ട്. അപ്പൊ കാർഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് ചെയ്യുക. ഇപ്പൊ ജിമ്മിൽ ഇപ്പൊ ഞങ്ങൾ 2-3 പേരെ വന്നിട്ടുള്ളൂ. പക്ഷെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഉണ്ടാവും. അപ്പൊ ഒരുമിച്ചാട്ടോ എല്ലാവരും കൂടിയിട്ട് നല്ലതാട്ടോ അത്. ഹലോ, അങ്ങനെ ഞങ്ങള് ജിമ്മൊക്കെ കഴിഞ്ഞ് വരാട്ടാ. ഇന്ന് കാർഡിയോ ആയിരുന്നു. കിളി പോയിട്ട് വരണേ. കിളി പോയില്ലേ? ചെറുതായിട്ട് എനിക്ക് വലുതായിട്ട് പോയി. അപ്പോൾ ഇന്ന് തൃശ്ശൂർ പോകണം. അമ്മൂട്ടിക്ക് ഇന്ന് NCC പരേഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 8:30 ഫോളിനാണ് അവൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എത്തണം. അപ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ നേരല്ലേ, ഞാൻ പിന്നെ എന്നാലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ആകെ വയർത്ത് കുളിച്ച് മുടിയൊക്കെ നനഞ്ഞ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. ഇവിടെ ഈ കെട്ടില്ലേ, ഈ കെട്ടിൻ്റെ മുടിയുടെ ബണ്ണ് നോക്കിയില്ലേ, ബണ്ണ് നനഞ്ഞിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക ബണ്ണ്. അത് വരിക്കണേ. അങ്ങനെ പോവാട്ടോ. പിന്നെ വർത്താനം പറയാനായിട്ടില്ല. അപ്പോൾ അമ്മക്കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, അവളെ ലഞ്ച് ബോക്സ് വയ്ക്കണം, പിന്നെ അവൾക്ക് മുടി കെട്ടി കൊടുക്കണം. ഫോളിൻ ചെയ്യുമ്പോൾ ആ മുടി ഇങ്ങനെ കേട്ടോ 8 ഫിഗർ ചെയ്യണം. അങ്ങനെ ഒരു കൊട്ട പണി കഴിഞ്ഞിട്ട് കുളിച്ച് ഫുഡ് അടിച്ചിട്ട് വേണം തൃശ്ശൂർ പോകാൻ. അപ്പം ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. അപ്പം നമ്മുടെ ടിപ്പു സാർ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പാർക്കുട്ടിക്ക് ബർത്ത്ഡേക്ക് ഞങ്ങൾ തന്നെ വാങ്ങിച്ചില്ലേ ഈ ഒരു 1 leg സ്കൂട്ടർ. എന്നിട്ട് ഞങ്ങൾ സെക്കൻഡ് പിന്നെ അത് എന്താ പറയുക റിട്ടേൺ ചെയ്തിട്ട് വാങ്ങിച്ചാട്ടത്. ഇതാവുമ്പോൾ നമുക്കേ ഈ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ തിരിച്ചിത് ഇങ്ങനെ ഓടിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ. മറ്റേത് ഇങ്ങനെ എടുത്ത് തിരിച്ച് വെക്കണമായിരുന്നു. കാരണം ഇവിടെ അനങ്ങില്ല, ഇവിടെ സ്റ്റഡി പോയി നിൽക്കുള്ളൂ. അതാണ് അത് മാറ്റാൻ കാരണം. പിന്നെ കുറച്ചും കൂടിയും ഇതിൻ്റെ ഇവിടെ ഒരു വാട്ടർ ബോട്ടിലുണ്ട്, അത് പാറ് കൊടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി ബെല്ലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ബ്രേക്ക് ഉണ്ട്. ഇവിടെ ഈ ബാക്കിൽ ചവിട്ടി കഴിഞ്ഞാൽ നിൽക്കും വണ്ടി. അങ്ങനെ ബ്രേക്ക് അങ്ങനത്തെ കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഹൈറ്റ് എത്ര ഒരു 6-7 വയസ്സ് 5-6 വയസ്സ് വരെയൊക്കെ ഓടിക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ടിപ്പൂസ് ഡാ ഇതൊരു മൈൻഡ് ഇല്ലാണ്ടിരിക്കണ ചെക്കാനീ, എന്തൊരു മൈൻഡ് ഇല്ലാണ്ടിരിക്കണ. ഓ കൂട്ടുമായിട്ട് ഉറക്കം വരുന്നുണ്ടാ ഒന്ന് ഒങ്ങിക്കോട്ടാ. ഓ പാർക്കുട്ടി എണീറ്റിട്ടില്ല, നല്ല ഉറക്കാ. ഞാൻ ദേ അമ്മൂന് ഫുഡ് കൊടുത്ത് നന്നായിട്ട് ഫേസൊക്കെ മെലിഞ്ഞില്ലേ, ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടാ. പിന്നെ വെയിറ്റ് 57 ഇപ്പോൾ 58 ആയിട്ടുണ്ട്. കാരണം നമ്മുടെ മസിൽ ഗ്രോത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ബോഡിയിൽ വെയിറ്റ് തോന്നിക്കില്ല, പക്ഷെ നമുക്ക് മസിൽ ഗ്രോത്ത് വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് വെയിറ്റിൽ വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. പക്ഷെ അതെനിക്ക് ഓക്കെയാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു 55-ന് താഴത്തേക്ക് പോകാൻ താല്പര്യമില്ല. അങ്ങനെ ഇപ്പം തന്നെ വല്ലാണ്ട് ഇങ്ങനെ ഒട്ടി ഫേസ് ഇങ്ങനെ ഓയിലിട്ട മാതിരി ഇരിക്കണേ, അപ്പോൾ ഒരു പുട്ടും കുടുക്കയിലൊക്കെ ഇട്ട മാതിരി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് താഴത്തേക്ക് പോകാൻ താല്പര്യമില്ല. പക്ഷെ മസിൽ നമ്മുടെ കൈയിൻ്റെ ഈ ഭാഗം ഇങ്ങനെ ലൂസായി കിടക്കില്ല, കൈ തൊടൊക്കെ, അതൊക്കെ ടൈറ്റായി നല്ല സ്ട്രോങ്ങിലാവണമെന്നാണ് ആഗ്രഹം. അതുപോലെ ചെസ്റ്റ് അങ്ങനെ, അപ്പോൾ ബൈസിപ്സൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം. പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ ഒരു കുരു വന്നിട്ടാ. ഞാനേ സാധാരണ മാക്കിൻ്റെ സ്ട്രോബ് ക്രീം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. പക്ഷെ അതേ 4000 രൂപ എൻ്റെ വലിയ ബോട്ടിലിന്. അപ്പോൾ ചെറുത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ചെറുത് ഇപ്പോൾ 1000 സംതിങ്. എന്നാലും അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ ഉണ്ടാവും. അപ്പം ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെ പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി സാധനം. ഞാനത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. റിവ്യൂ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഇപ്പോട്ട് ഒരു 3-4 കുരു ഒരുമിച്ച് വന്നു രാവിലെ എൻ്റെപ്പോൾ. അപ്പോൾ എനിക്ക് വേറെ ഒന്നും ചെയ്തിട്ടില്ല പുതിയതായിട്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ആയിരിക്കാം. പിന്നെ എനിക്ക് അങ്ങനെ പീരിയഡ്സിൻ്റെ സമയത്ത് ഇപ്പോൾ കുരുവൊന്നും വരാറില്ല, ഫേസിൽ അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ അപ്പോൾ ആ കുരു വന്നിട്ടൊരു കല്ലപ്പ് മാതിരിയായി. അപ്പോൾ അതാണ് ഈ ഇരിക്കുന്ന സാധനം.
അപ്പോൾ നല്ല സാധനം കേട്ടോ. ഞാൻ റിവ്യൂ എന്തായാലും അതിൻ്റെ ചെയ്യും. പക്ഷെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും കൂടി പറയും. ഇങ്ങനൊരു ഓയിൽ ചിലപ്പോൾ എൻ്റെ ഒരു ഓയിലുള്ള ടൈപ്പ് ആയതുകൊണ്ടായിരിക്കാം മേ ബി അത് അങ്ങനെ കുരു വന്നത്. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ പക്ഷേ സ്മൂത്തി കുടിക്കണം. സ്മൂത്തി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് അങ്ങനെ എടുത്ത് കഴിക്കൂട്ടോ. വല്ലാണ്ടും ഷുഗർ സ്പൈക്ക് ചെയ്യണമെന്നല്ല. ഓറഞ്ച് കുഴപ്പമില്ല, പൈനാപ്പിൾ അങ്ങനെ ലൈറ്റ് ഗ്രേപ്സും അതുപോലെ തന്നെ ആപ്പിൾ ഭയങ്കര മധുരമുള്ളതായിട്ട് നമുക്ക് തോന്നില്ല, അതൊന്നും കഴിക്കാറില്ല. ഒരു ഓറഞ്ചിൻ്റെ ഒരു ഹാഫ് അങ്ങനെ കഴിക്കാം, അപ്പോൾ ഒരു സമാധാനം കിട്ടും. പിന്നെ പഴമൊക്കെ കഴിക്കാം. ഞാൻ പിന്നെ നമ്മുടെ സ്മൂത്തിയിൽ പഴം അവക്കാടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വേറെ അങ്ങനെ എടുത്ത് കഴിക്കാറില്ല. അപ്പോൾ ഇനി അമ്മൂനെ മുടി കെട്ടി കൊടുക്കണം, അവളുടെ ഡ്രസ്സ് മാറാം. കഴിഞ്ഞവളിടയ്ക്ക് വന്ന് ഫുഡും കഴിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ ലഞ്ച് ബോക്സ് കൂടി ഇരിക്കുന്നുണ്ട്. അവളുടെ ലഞ്ച് ബോക്സ് ഇത് നമുക്ക് കൊണ്ടുപോയി കൊടുക്കണം, കവറിലാക്കി ബാഗിൽ വെക്കണം. അപ്പൊ ഞാൻ ദേ അമ്മക്കുട്ടിയുടെ മുടി, അത് ഒരിത്തിരി പണിയാണ്. ഈ NCCയിലുള്ള പിള്ളേരുടെ അമ്മമാർക്ക് അറിയാം മുടി കെട്ടി കൊടുക്കണത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഇടയിൽ ഞാൻ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തപ്പോൾ അവള് കഴിക്കാൻ പറഞ്ഞു. നേരില്ല, കാരണം ഞങ്ങൾ ജിമ്മിൽ നിന്ന് 8:15 ഇവിടുന്ന് ഇറങ്ങണം. ജിമ്മിൽ നിന്ന് ഞങ്ങൾ 7:45 എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 8 മണിയായിട്ട് ജിമ്മിൽ നിന്ന് ഇറങ്ങാം. പക്ഷെ ഇന്ന് നമ്മൾ നേരത്തെ ഇറങ്ങി. അങ്ങനെ ദേ അവൾക്ക് ഏകദേശം മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. ദേ അവളുടെ ബെഡ് ആകെ മെസ്സിയിട്ട് കിടക്കണം കേട്ടോ. പോകുമ്പോ ഒന്നും മടക്കി വെക്കാനൊന്നും നേരില്ലാത്ത കാരണം ഇനി ഞാൻ വേണം ചെയ്യാൻ. Good morning. Good morning. പാരു കണ്ണ് ചോർന്നത്ത് തുപ്പിയടെ എത്ത് കൊടുക്ക്. അപ്പൊ ദേ അമ്മക്കുട്ടി ആ തൊപ്പി ഒന്ന് വെച്ച് നോക്കിയതാട്ടോ. കാരണം നമ്മള് ബാക്കിൽ കെട്ടുന്ന ആ ഒരു മുടിയുടെ അതില്ലേ, അത് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ തൊപ്പി ഊരി താഴെ വീഴും. അത് അവർക്ക് നിർബന്ധമാണ്, അതൊക്കെ നോക്കണത്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര പണിഷ്മെന്റ് ഒക്കെ. അപ്പൊ അവർക്കൊരു ട്രാക്ക് സ്യൂട്ട് ഉണ്ട്, അപ്പൊ അതങ്ങനെ മുകളിലിട്ടാണ് ഇറങ്ങാട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ ചേട്ടൻ സ്കൂൾ വരെ കൊണ്ടുവന്നാക്കും. കാരണം നേരത്തെ എത്തുന്നതുകൊണ്ട് തന്നെ വണ്ടി 9 മണി കഴിഞ്ഞിട്ട് അവർക്ക് സ്കൂൾ വണ്ടി വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ചേട്ടൻ സ്കൂളിൽ കൊണ്ടുവന്നാക്കും കേട്ടോ. അപ്പൊ അതേ അവളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി. അപ്പൊ പകുതി പണി കഴിഞ്ഞിട്ടോ. അങ്ങനെ ചെയ്യും. ഞാനും പാറക്കുട്ടനും കൂടി ഇനി ഭക്ഷണം കഴിക്കാൻ പോവാണ്. തേങ്ങാപ്പാല് ആണ് വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കുക. അപ്പം അത് തേങ്ങയില്ല. അപ്പം ഞാൻ എന്താണെങ്കിൽ കറിയൊന്നും വെക്കണില്ലല്ലോ, അപ്പം തേങ്ങ പൊളിച്ചിട്ടില്ല. പക്ഷെ ഇവൾക്ക് പശുവും പാൽ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ പാല് തന്നെ വേണം. അപ്പം അത് പൊളിക്കന്നെ വേണം. അപ്പോൾ ഒരു തുള്ളി തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് തേങ്ങ പൊളിക്കാൻ പോകണം. പാണി അല്ല പറഞ്ഞേ പാണി. തേങ്ങ വിളിക്കാം. കുഷി തേങ്ങ വിളിക്കാം. അതിനോട് കത്തിക്കണേ. വെക്കണ്ട. കൊട്ടത്തേങ്ങ അപ്പൊ നമുക്ക് ഒരു കുഞ്ഞു തേങ്ങയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. എത്ര ഉള്ളതോ എന്താ വെച്ചാല് കൊട്ട തേങ്ങയെന്ന് തോന്നുന്നു. പക്ഷെ കൊട്ടയല്ല, ഇതിനുള്ളിൽ വെള്ളം നടന്നു. ലേശം ഭയങ്കര മധുരമായിട്ടുള്ള വെള്ളം, അങ്ങനെ കുത്തണ പോലത്തെ തുള്ളി ഉണ്ടായിരുന്നുള്ളൂ. ഒരു ടീസ്പൂൺ തേങ്ങാപ്പാൽ. അപ്പൊ നമ്മുടെ പാറക്കുട്ടീന്റെ തേങ്ങാപ്പാലും വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പല്ല് വെച്ചിട്ടില്ല കേട്ടോ പാറക്കുട്ടി. പല്ല് തേക്കാം, എന്നിട്ട് കഴിക്കാം. ഞാൻ നമ്മുടെ സ്മൂത്തി ഉണ്ടാക്കാൻ പോവാട്ടോ. അപ്പൊ സ്മൂത്തിക്ക് വേണ്ടിട്ട് പാല് ചേട്ടന് പാലിൽ ഉണ്ടാക്കുന്നത് ഇഷ്ടം. ഞാൻ പാല് തീരെ കുറച്ചധികം നാളായിട്ടോ, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 8-9 മാസത്തിനൊക്കെ കൂടുതലായി പാല് ഒഴിവാക്കിയിട്ട്. അപ്പോ പക്ഷെ ഞാൻ ഇടയ്ക്കൊക്കെ കുടിക്കൂട്ടോ. അതായത് ഇപ്പൊ എന്റെ വീട്ടിൽ പോകുമ്പോ
പിന്നെ അതുപോലെ വല്ലപ്പോഴും നമുക്കൊരു ക്യാപ്പച്ചീനോ ഒക്കെ കുടിക്കാം. അതായത് നമ്മൾ വല്ല മാളിലൊക്കെ പോകുമ്പോൾ, അതായത് അങ്ങനെയൊക്കെ പോകുമ്പോൾ ക്യാപ്പച്ചീനോ എനിക്ക് കുറച്ച് താല്പര്യങ്ങളില്ല, നല്ല കയ്പുള്ള ക്യാപ്പച്ചീനോ. അപ്പൊ അത് അങ്ങനെ കുടിക്കും. അപ്പോ പാല് ഞാൻ ഒഴിവാക്കിയേക്കാണ്. അപ്പൊ നമ്മുടെ സ്മൂത്തി, അപ്പൊ ഇത് നമ്മുടെ സ്മൂത്തി ഞാൻ കവറൊന്നും ഇല്ല, ഞാനൊരു എന്താ പറയാ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന കാരണം ഞാനൊരു ജസ്റ്റ് ഒരു ചെപ്പിലിട്ട് വെച്ചേക്കാട്ടെ നമ്മുടെ സ്മൂത്തി പൗഡർ. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് നമ്മള് നിലാസർബ്സിന്റെ സ്മൂത്തി പൗഡറാണ് ഞാൻ രാവിലെ എടുക്കുന്നത്. അപ്പൊ അതിലെന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് ഷുഗർ സ്പൈക്ക് ചെയ്യണ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സീറോ ആഡഡ് എന്താ പറയുക ഷുഗർ ആണ്, ഒറ്റ മധുരം ഇല്ല, നിങ്ങൾക്ക് അത് കഴിക്കുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഞാൻ ചെയ്യണ മെത്തേഡ് എന്ന് പറഞ്ഞാല് ഞാൻ ഇപ്പൊ വീട്ടിലല്ല നിൽക്കണത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സമയമുണ്ട് അതായത് മിക്സിയിൽ കടിച്ച് കുടിക്കാനുള്ള സമയം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് ഈ സ്മൂത്തി വെള്ളത്തിൽ, അതായത് ചെറു ചൂടുവെള്ളത്തിൽ മിക്സിയിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിക്കും, സ്മൂത്തി പൗഡർ 1-1.5 സ്പൂൺ ഇടും, പിന്നെ നമ്മുടെ ഡേറ്റ്സ് ഇടും. അതായത് ഞാനിവിടെ സ്റ്റോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. തലേദിവസമോ അല്ലെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഇപ്പൊ ദേ നല്ലോണം സോക്കായിട്ടുള്ള ഡേറ്റ്സ് ആണിത്, കണ്ടില്ലേ, അത് ഇട്ടുണ്ട്. ചേട്ടനും എനിക്ക് കിട്ടും. അപ്പൊ അതിട്ട് കൊടുക്കും, പീനട്ട് ബട്ടർ ഇട്ട് കൊടുക്കും. കഴിഞ്ഞാ ഭക്ഷണം വെള്ളം അടിയില്ലേ, അവിടെ നിന്ന് എടുത്ത് കുടിക്കും. അവിടെ മേശയമ്മ ഉണ്ട്, പോയി എടുത്ത് കുടിക്കും കുട്ടിയുടെ കുപ്പിയിൽ. അപ്പൊ അങ്ങനെ എന്താ പറയാ പീനട്ട് ബട്ടർ ഇടും, അതും അൺസ്വീറ്റൻഡ് പീനട്ട്, ചെറിയൊരു ക്രഞ്ചിയാണ് നമ്മുടെ മൈ ഫിറ്റ്നസിന്റെ. അപ്പൊ അതിട്ട് കൊടുക്കും, എന്നിട്ട് മിക്സിയിൽ രണ്ടടിക്കും, ഇത്രേ ഉള്ളൂ. അപ്പൊ ശരിക്കും ശരിക്കും പാലിന്റെ ഒന്നും ആവശ്യമില്ല, അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ മധുരത്തിന്റെ ഒരു കാര്യങ്ങളും ഇല്ല. ഡേറ്റ്സ് ഇട്ടില്ലെങ്കിൽ സീറോ എന്താ പറയാ മധുരം തീരില്ല എന്ന് പറയാം. അതുപോലെ തന്നെ അതിലുള്ള ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാല് നമ്മള് നിശ്ചിതമായ അളവില് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ള രീതിയിലാണ്. അതായത് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അത്ര മാത്രമാണ്. അതിന്റെ ഒരുപാട് നട്ട്സും ഒരുപാട് ഫ്രൂട്ട്സും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സ്പെഷ്യലി നമുക്ക് നല്ല ഫ്രൂട്ട്സ്, അതായത് കൂടുതൽ അതിന്റെ അളവ് വരുന്നത് അവക്കാഡോ ഒക്കെയാണ്. നമുക്ക് ഭയങ്കര നല്ലതാണ്, ഭയങ്കര ഡീപ്പ് ഹൈഡ്രേഷനും ഒക്കെ നല്ലതാട്ടോ നമ്മുടെ ബോഡിക്കും സ്കിന്നിനും ഒക്കെ. അതുപോലെ തന്നെ നട്ട്സില് നമുക്ക് ഭയങ്കരമായിട്ട് കലറി കയറുന്ന നട്ട്സുകളില്ല. സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ആൽമണ്ട് ആണ്. ആൽമണ്ടും അതും നിശ്ചിത അളവിൽ മാത്രം. മെയിൻ ആയിട്ട് നമ്മൾ ആൽമണ്ട് ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൽ വരുന്നത് നമ്മുടെ ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ് ഒക്കെ നിശ്ചിതമായിട്ടുള്ള അളവുകളിലാണ് നമുക്ക് ചേർത്തിട്ടുള്ളത്. ജസ്റ്റ് പറഞ്ഞത് മാത്രം. അപ്പൊ പാലൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് സ്മൂത്തി ഇട്ട് കൊടുക്കാം. പീനട്ട് ബട്ടർ ഞാൻ ജസ്റ്റ് ഫ്രിഡ്ജിലാണ് വെക്കണം കേട്ടോ, എടുത്തോണ്ട് വന്നത്. ഇത് രണ്ടാണ്. ഇതിപ്പോ തീരാറായി. ഞാൻ ഇപ്പൊ ഇതൊരു 4ാമത്തെ ബോട്ടിൽ, ആദ്യം ഞാൻ വലിയ ബോട്ടിലാണ് മേടിച്ചിരുന്നത്. അപ്പോ എന്താ പറയാ ചേട്ടനാണ് കൂടുതൽ പീനട്ട് ബട്ടർ കഴിച്ചേർന്നത്, ഞാൻ അധികം കഴിച്ചേർന്നില്ല. പിന്നെ ഞാനും സ്മൂത്തി സ്ഥിരമായി എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും അതിലേക്ക് മാറി. അപ്പൊ ഇത് ഏകദേശം കഴിയാറായിട്ടുണ്ട് മൈ ഫിറ്റ്നസിന്റെ. ഇതിൽ നോക്കിയാൽ അറിയാൻ പറ്റും അൺസ്വീറ്റൻഡ് ആണ്, കണ്ടില്ലേ, അൺസ്വീറ്റൻഡ് ആണ്, യാതൊരു മധുരവും ഇല്ല. ഇതാണ് പീനട്ട് ബട്ടർ. അപ്പൊ ഞാനിത് തീരാറായപ്പോ ഇപ്പൊ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ നെസ്റ്റോയിൽ പോയപ്പോ, നെസ്റ്റോ ഞാൻ വലിയ ബോട്ടിൽ മേടിക്കാറ് കേട്ടോ. ചെറുത് മേടിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങാൻ നിൽക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ വലുത് മേടിക്കാം. അപ്പൊ ഇത് ഞാൻ പുതിയത് വാങ്ങിച്ചു വെച്ചതാ, പൊട്ടിച്ചിട്ടില്ല. അപ്പൊ ഇതാട്ടോ പീനട്ട് ബട്ടർ ഉപയോഗിക്കണത്. അപ്പൊ ഇങ്ങനെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുറച്ച് ഞാൻ ട്രിപ്പ് പോയി വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അവിടെ മിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ചെറു ചൂടുവെള്ളം എടുക്കുക, കെറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറു ചൂടുവെള്ളമാക്കി നമ്മുടെ പൗഡർ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് 2 മിനിറ്റോടൊന്നും വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുടിച്ചു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ വീട്ടിലാവുമ്പോൾ നമുക്ക് സാധനങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് നേരെ ഉണ്ട്, അതായത് നേരെ മീൻസ് ജസ്റ്റ് മിക്സിയിൽ അടിക്കാനുള്ള സമയമുണ്ട്, അതുകൊണ്ട് അടിക്കണം. ഇനി അങ്ങനെ ഒന്നും ചേരില്ലാത്തവർക്ക് യാതൊരു കുഴപ്പമില്ല. നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാം. നമ്മുടെ ഒരു എന്താ പറയാ കുറച്ചൊരു ചൂടുവെള്ളം, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ ചൂടുവെള്ളം കിട്ടണമെന്ന്, അല്ലെങ്കിൽ ചൂടുവെള്ളം വേണമെന്നില്ല, എന്നാലും ആ ഒരു ചെറു ചൂടിൽ ഇങ്ങനെ കുടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെറു ചൂടുവെള്ളം ഇപ്പൊ നമുക്ക് ഫ്ലാസ്കിലൊക്കെ ആക്കി അല്ലെങ്കിൽ കുപ്പിയിൽ ചൂടുവെള്ളമൊക്കെ ആക്കി പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുണ്ടെങ്കിൽ ആ ചൂടോട് കൂടി കുടിക്കുക, ഇല്ലെങ്കിൽ നോർമൽ വെള്ളത്തിലാണെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചേട്ടനുള്ള സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാണല്ലോ വിശപ്പെന്ന് പറയുന്ന സാധനം അടുത്തുകൂടെ വരില്ല കേട്ടോ. കറക്റ്റ് ആണ് നമ്മൾ അളവ് എടുക്കണത്, കണ്ടില്ലേ. ഒരു ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ് സ്മൂത്തി ചേട്ടനുള്ളതാണ്. ഇതിൽ തന്നെ ഞാനിവിടെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് ആക്കാനായിട്ട്. ഞാൻ ഒഴിച്ചിട്ട് ഞാനും സ്മൂത്തി അടിച്ച് കുടിക്കും. പിന്നെ മുട്ട കഴിക്കും കേട്ടോ. പിന്നെ എന്നും തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ചില ദിവസങ്ങളിൽ നമ്മുടെ ഗ്രീക്ക് യോഗേർട്ട് മേടിച്ചിട്ട് മറ്റേ പരിപാടിയില്ലേ, നമ്മുടെ വൈറലായിട്ടുള്ള ബുൾസൈ ഉണ്ടാക്കിയിട്ട് ഗ്രീക്ക് യോഗേർട്ടിലും ഇട്ടിട്ട്, അതുപോലെ നമ്മുടെ എന്താ പറയാ ബട്ടറിൽ വെളുത്തുള്ളിയൊക്കെ കുത്തിപ്പൊടിച്ച മുളകൊക്കെ അങ്ങനെ കാച്ചിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നത് ഉണ്ടാക്കാറുണ്ട്.
അങ്ങനെ ഇടയ്ക്കൊക്കെ മാറ്റി വരുത്തും. നമുക്ക് മനുഷ്യന്മാരല്ല, നമുക്ക് എപ്പോഴും ഒരു തന്നെ കഴിക്കുമ്പോൾ ഒരു ചേഞ്ച് വേണമെന്നൊക്കെ തോന്നും. അപ്പൊ അങ്ങനെ മാറ്റം വരുത്തും. ഇതാണ് ചേട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. മുട്ട, 2 മുട്ട, സ്മൂത്തി, പിന്നെ മുട്ട പാൽ സൂക്ഷിച്ച് വീഴും, പിന്നെ ഉപ്പും മുളകൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവം. ഞാൻ പിന്നെ ഇതൊന്നും ഇടാറില്ല കേട്ടോ, ഉപ്പ് ഇടാറില്ല. മുട്ട ജസ്റ്റ് നോർമലായിട്ട് കഴിക്കുക. പാൽക്കുട്ടിയുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞോണ്ടാ വന്നിട്ട് കഴിച്ച് കഴിഞ്ഞില്ലേ വെള്ളപ്പം. അപ്പൊ ഇനി എനിക്ക് വിശന്നിട്ട് പാടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചേ സ്മൂത്തി കഴിച്ചിട്ട് കുളിക്കാം. അങ്ങനെ ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാട്ടോ. സ്മൂത്തിയും 2 എഗ്ഗും. എഗ്ഗിന്റെ ഒരു എഗ്ഗ് ഫുള്ളായിട്ടും ഒരു എഗ്ഗിന്റെ വൈറ്റ് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. മഞ്ഞ കഴിക്കണോണ്ട് 2 ഫുൾ എഗ്ഗ് കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് മഞ്ഞവില്ലാണ്ട് വിടത്തില്ലേ പാർക്കുഞ്ഞിന്റെ മാതിരി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു മുട്ടയുടെ കഷ്ടപ്പെട്ട് മഞ്ഞ കഴിക്കുമായിരുന്നു. അതിന്റെ മാറ്റി വെക്കും, നമ്മുടെ ടിപ്പുമോന് കൊടുക്കൂട്ടോ. അങ്ങനെയാണ്. അപ്പൊ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഒരു 11 മണിക്കാകുമ്പോൾ വിശക്കില്ല. ഇത് അങ്ങനെ ഉണ്ടാവേ ഇല്ല. ഉച്ചയ്ക്ക് തന്നെയാണ് നമുക്ക് കറക്റ്റ് സമയത്ത് നമുക്ക് കഴിക്കേണ്ടി വരുള്ളൂ. പിന്നെ സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നേരം വൈകിയാലും നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നില്ല കേട്ടോ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അപ്പം നമ്മുടെ ടിപ്പുകുട്ടിക്ക് ഇതേ ഫുഡൊക്കെ കൊടുത്തു. അവന് കുറച്ചധികം ഫുഡ് കൊടുക്കും കേട്ടോ. കാരണം ഞങ്ങളിനി ഉച്ചരിഞ്ഞല്ലേ വരിക. അപ്പോൾ ചോറും അത്യാവശ്യം കറികൾ, അതായത് അവൻ്റെ ഫുഡൊക്കെ കൂടി മിക്സ് ചെയ്ത് അങ്ങനെ കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ എല്ല് വേവിച്ച് കൊടുക്കലുണ്ട്, പിന്നെ വെള്ളവും വെച്ച് കൊടുക്കും. അപ്പോൾ അവൻ്റെ പണിയും കഴിയും. പിന്നെ അവിടെ അങ്ങനെ നടന്നോളും. ഞാൻ അങ്ങനെ കൂട്ടിലിട്ടിട്ട് പോവില്ല, അവിടെ അഴിച്ചു വിടും. ഫുഡടി കഴിഞ്ഞു. ഇതേ പാർക്കുട്ടീനെ കുളിപ്പിച്ചിട്ട് ഞാനും കൂടി കുളിക്കും. ഇവിടെ നടിച്ചു വരണം, മൊത്തം കച്ചറയായിട്ടൊക്കെ എടുക്കണേ. കച്ചറ മീൻസ് ഇവള് പാറക്കുട്ടി ഒക്കെ വലിച്ചെല്ലാവരും ഇടും. കളിപ്പാട്ടാണ്, തട്ടി തടഞ്ഞ് കളിപ്പാട്ട് നടക്കാൻ പറ്റില്ല ഇവിടെ. നമ്മളിടയ്ക്ക് ഇങ്ങനെയൊക്കെ പോകും വഴിക്കിട്ട് ചവിട്ടിയിട്ട് വഴിയിൽ നടയിലൊക്കെ നടക്കണോടൊക്കെ കിട്ടട്ടെ. ബ്ലോക്ക് കട്ടേക്കില്ല, അങ്ങനെ കിടക്കുന്നുണ്ടാവും. നമ്മളിങ്ങനെ സ്പീഡിലിങ്ങനെ കണ്ടിടും. അപ്പൊ ഞാൻ നമ്മുടെ പാറക്കുട്ടനെ ഞാൻ കുളിപ്പിച്ച് അവൾക്ക് ഒരു വൈറ്റ് ടീഷർട്ട്, ഒരു ഖദറിന്റെ പോലത്തെ ഷർട്ടും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ബ്ലൂ ജീൻസ് ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ തല കുളിച്ച്, സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ കുളിച്ചതാ. പക്ഷേ വർക്കൗട്ട് കഴിഞ്ഞിട്ട് മുടി ഫുള്ള് നനഞ്ഞൊരു പരിവായി. അപ്പൊ അതുകൊണ്ട് തന്നെ കുളിച്ചില്ലെങ്കിൽ ശരിയാവില്ലായിരുന്നു. അപ്പൊ വെറുതെ ഒന്ന് തല കഴുകിയിട്ട് ഇന്നലെ ഞാൻ പാക്കൊക്കെ ഇട്ട് തല കഴുകിണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടാണ് കേട്ടോ. ഇത് ഭയങ്കര ലൂസായിട്ടോ. കാരണം എന്ന് വെച്ചാല് ഞാനിത് എന്താ പറയാ, പാർക്കുട്ടി കുറച്ച് ചെറുതായിരുന്ന സമയത്ത് മേടിച്ചതാ. പിന്നെ ഞാനൊരു എന്താ പറയാ ജീൻസ് ഇട്ടിരിക്കണേ അങ്ങനെ. അപ്പോ ഇനി ഇതൊന്ന് ഷേപ്പാക്കി എടുക്കണം, നല്ല ലൂസായി. അപ്പൊ ഈ ഒരു ടോണർ ഞാൻ പുതിയതായിട്ട്, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് ട്രൈ ചെയ്യുന്ന ടോണറാണ്. നമുക്ക് ആന്റി ഏജിങ്ങിനും നല്ല ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമുക്കൊരു റിഫ്രഷിങ് ആയിട്ടും ടോണറായിട്ടും അതേപോലെ ഒരു ആന്റി ഏജിങ് ഒക്കെ ആയിട്ട് എല്ലാത്തിനും വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ടോണർ. ഞാൻ വീഡിയോ ചെയ്യാം, ടോണർ ചെയ്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ടില്ല, ഇടണം. പിന്നെ ഈ ഒരു കോസറാക്സിന്റെ ഒരു സിറം, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു 3ാമത്തെ ബോട്ടില് നല്ലതാട്ടോ. നല്ല സാധനങ്ങൾ എപ്പോഴും ഞാൻ നല്ലതെന്ന് പറഞ്ഞ് കാണിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് മാത്രം ഞാൻ യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യില്ല, ബാക്കിയെല്ലാം പൊട്ടേ അങ്ങനെയൊന്നും നമുക്ക് ഞാൻ പറയാറില്ല കേട്ടോ. നമ്മുടെ പ്രൊഡക്റ്റും ഞാൻ കാണിക്കലുണ്ട്. നല്ല പ്രൊഡക്റ്റുകളാണെങ്കിൽ അത് ഞാൻ പറയലുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നിലാസർബ്സിന്റെ അണ്ടറൈസറാണ് എടുക്കണേ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പോഴൊക്കെ നമുക്കൊരു കണ്ണിനൊക്കെ ഒരു കുഴിവ് മാതിരിയൊക്കെ തോന്നിക്കും, അതുപോലെ ഡൾനെസ്. ഇപ്പൊ ചിലർക്ക് അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ നന്നായിട്ട് ഇതിനെ കെയർ ചെയ്യണം, അണ്ടറൈയൊക്കെ. പിന്നെ ഞാൻ ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടാൽ നല്ല ലിപ്സ്റ്റിക് ലോങ് ലാസ്റ്റിംഗ് ആവും, ലിപ്സ് നല്ല പ്ലംബി ആയിട്ടിരിക്കും. അതൊക്കെ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇന്നത്തെ എൻ്റെ ഒരു സ്കിൻ സൈക്ലിങ്ങിൽ വരുന്നത്, നമുക്ക് ആ റുട്ടീനിൽ വരുന്നത് വിറ്റമിൻ സി സിറാണ്. അപ്പൊ നിലാസർബ്സിന്റെ വിറ്റമിൻ സി സിർ ഇട്ടു, മോയ്സ്ചറൈസർ ഇട്ടു, അലോ മോയ്സ്ചറൈസർ ഇട്ടു. ഇത് വന്നിട്ട് സൺസ്ക്രീൻ ആണ്, നിലാസർബ്സിന്റെ SPF50 ആണ്. കുങ്കുമാതി സൺ പ്രൊട്ടക്ഷൻ ലോഷൻ ആട്ടോ. അപ്പൊ ഞാൻ 2 വിരലിൽ എടുക്കും, പിന്നെ അത് അപ്ലൈ ചെയ്തിട്ട് ഒരു വിരലും കൂടി നെക്കിലേക്കും കൂടി എടുക്കും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് വരിക. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലും ഇവിടെ ഹെർബലാണ്, പ്ലസ് ഹെർബൽ ഇൻഗ്രീഡിയൻസിന്റെ പ്ലസ് നമ്മുടെ മോഡേൺ സയൻസിൽ ഇൻഗ്രീഡിയൻസും ഉണ്ട്. അതായത് നമുക്ക് സ്കിന്നിന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടും നമുക്ക് ചേർന്നിട്ട് വരുന്നതാട്ടോ നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ ലോഷൻ. ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്വിക്കലി നമ്മുടെ സ്കിന്നിലേക്ക് സെറ്റ് ആവും. പിന്നെ അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഇല്ല, അതുപോലെ തന്നെ നല്ലൊരു നാച്ചുറൽ ഗ്ലോ കിട്ടും. എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ, ജെന്റ്സിനും ലേഡീസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിങ്ങൾ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നെക്കിലും കൂടി ഇട്ട് കൊടുക്കും, പിന്നെ കൈമയും കാലുമൊക്കെ ഇടും. പിന്നെ ഇന്നിപ്പോ ആകെ ഓട്ടപ്പാച്ചിലാണ്, ഒന്ന് മൊത്തം നമ്മൾ തിരക്കും ബിസിയാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ആയിട്ട് പാച്ച് ആയിട്ട് പിടിക്കില്ല, അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു ഗ്ലോക്ക് വേണ്ടിയിട്ട് എന്റെ മാക്കിന്റെ സ്റ്റോപ്പ് ക്രീം അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മാക്കിന്റെ ഈ ഒരു ജെൽ ഉണ്ടല്ലോ, ഞാൻ ഇന്നാളും പറഞ്ഞു വീഡിയോയിൽ, സൂപ്പർബാണ്. ഇത് ഐബ്രോ സെറ്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് കണ്ണിൽ ഒന്ന് എഴുതി ഒരു സ്മോക്കിയെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു ബ്രൗൺ, നല്ല ഡീപ്പ് ബ്രൗൺ ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ലിപ് ലൈൻ ചെയ്തിട്ട് ഇത് എറ്റ്യൂഡ് ഹൗസിന്റെ ഒരു ലിപ് ടിന്റ് ആണ്. അപ്പൊ നല്ലതാട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തു.
അങ്ങനെ ഞാനൊന്ന് ഇനി മുടി ഉണങ്ങിയിട്ട് വേണം ഒന്ന് ചീകാനിട്ട്. അപ്പൊ കാറിലിരുന്ന് ചീകാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചേട്ടനോട് ഞാൻ സുന്ദരിയെന്ന് ചോദിക്കാൻ വന്നപ്പോ ചേട്ടൻ ദേ മസിൽ ഷോപ്പ് ഞാനും കാണിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ പാറക്കുട്ടൻ അപ്പൊ നമ്മുടെ ചേട്ടൻ ജിമ്മിൽ പാറക്കുട്ടി ദേ കൊണ്ടിട്ടാണ്. നല്ല ആൾ സെറ്റായിട്ടൊന്നും ഇല്ല, സുന്ദരിയായിട്ട് കുറച്ചാളായിട്ടുണ്ട്. ഇങ്ങോട്ട് തിരിയൂ, അപ്പോ അങ്ങോട്ട് അതിന്റെ തിരിയൂ. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം ആൾ സെറ്റായിട്ട്. കണ്ടാ അപ്പൊ ദേ നമ്മുടെ പാറക്കുട്ടനെ ഞാൻ വീഡിയോ അടിപൊളിയായില്ലേ? എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ ആൾക്ക് വല്ലാത്ത പോസായി, ഭയങ്കര അടിപൊളിയായില്ലേ? പത്രാസ് ഓടല്ലേ പറ. ഓടുന്നുണ്ട്. ചില നേരത്തെ അങ്ങനെയാ. അപ്പൊ ഞാൻ മുടി ഉണങ്ങിയപ്പോ ഒന്ന് കെട്ടി അങ്ങനെ നമ്മളിതേ ഇറങ്ങിട്ടോ. കുറേ സ്ഥലത്തേക്ക് പോവാണ്ട്. നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ പോകണം, അന്തിക്കാട് നമുക്ക് ചെറിയ കാര്യങ്ങളുണ്ട്, ചേട്ടന്റെ വീട്ടിൽ പോകണം. പിന്നെ നമുക്ക് പോകേണ്ടത് നമ്മുടെ ആദ്യം തന്നെ നമ്മൾ പോണത് നമ്മുടെ എന്താ പറയാ വിഷ്ണുമായി സ്വാമി ക്ഷേത്രത്തിലേക്ക് കേട്ടോ. നമ്മൾ പോവാറുണ്ട് അന്തിക്കാട് പോകുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ നമ്മൾ വിചാരിച്ച് നമുക്ക് അതൊക്കെ സക്സസ് ആവുമ്പോൾ ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിതേ വിഷ്ണുമായ ക്ഷേത്രത്തിലേക്ക് പോയേട്ടോ. അങ്ങനെ അവിടെ എത്തി നമ്മള് എന്താ പറയാ പ്രാർത്ഥിച്ചു, തൊഴുത്. നല്ല തിരക്കാട്ടോ, തിരക്കെന്ന് പറഞ്ഞാൽ അത്ര തിരക്കാട്ടോ അവിടെ, അത്ര അധികം ജനങ്ങളാ വരുന്നത്. ഹലോ. അപ്പൊ ഞങ്ങളിതേ അമ്പലത്തില് പോയി, കുറിയൊക്കെ തൊട്ടു, പ്രാർത്ഥിച്ചു. പാർക്കുട്ടി എന്തിട്ട് പ്രാർത്ഥിച്ചേ? ഞങ്ങളങ്ങനെ ചോദിച്ചു പഠിക്കാറൊന്നുമില്ലല്ലോ വേറെ. ഞങ്ങളപ്പോ ഇനി അച്ഛന്മാരെ വീട്ടിൽ പോവാട്ടാ. അല്ല പാറു നശിക്കണ്ട്. പിന്നെ അച്ഛന്മാരുടെ വല്ലതും ഉണ്ടാക്കിണ്ടാവോ? ഇവിടെ എന്താ ഭക്ഷണം ഉണ്ടായിരുന്നു തോന്നുന്നില്ല. ഞങ്ങൾ ഇന്നാളെ വന്നപ്പോ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ഞങ്ങൾ അന്വേഷിച്ചില്ല, നല്ല തിരക്കാ, അതാണ് മെയിൻ. അപ്പോ ഇതേ പാറക്കുട്ടി ചെരിഞ്ഞോളൂ. ഇങ്ങോട്ട് ഇറങ്ങിക്ക് പാറുന്ന ഇവിടെ നിക്കാൻ വേണ്ടത്. അപ്പോ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. നമ്മൾ അച്ഛമ്മയുടെ വീടെത്തി, അച്ഛമ്മയുടെ വീടെത്തി, അച്ഛമ്മയുടെ വീടെത്തി. പാറ പറയും അച്ഛമ്മേന്റെ വീട്ടിലുണ്ട്. അച്ഛന്റെ ഒരു എന്താ ഈ ഒരു എന്താ പറയാ ബോഗൺ വില്ലേന്ന് എത്ര 5 കളറോ 4 കളറോ ഉണ്ടാക്കിയിട്ടുള്ള ഈ കാണുന്നത് ബഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ അന്തിക്കാട് എത്തിയപ്പോഴേക്കും അച്ഛമ്മ ദേ പാറക്കുട്ടനെ വാരി എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങള് വരുന്നുണ്ട് ചെറിയൊരു സൂചന പറഞ്ഞിട്ടുണ്ടായിരുന്നോണ്ട് തന്നെ അമ്മ പാറക്കുട്ടനെ ദേ നമ്മുടെ മീനില്ലേ, നമ്മുടെ പച്ചമാന്തള്, അതൊരു ഉപ്പ് മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻകറിയും അതുപോലെ കോവയ്ക്കത്തോരനൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, ഊണൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പൊ പാറക്കുട്ടൻ ഞാനത് നുള്ളി കൊടുക്കുക, കാരണം അതിൽ ഉള്ള കാരണം. പിന്നെ പാറക്കുട്ടനാണെങ്കിൽ ഏറ്റവും ഇഷ്ടം തന്നെ വാരി കഴിക്കാനാണ്. പിന്നെ ഞാൻ അവളെ അങ്ങനെ അമ്മുക്കുട്ടൻ എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ ഞാൻ വാരി കൊടുത്തു. ആദ്യത്തെ ഇതല്ല കുട്ടിയല്ലേ, അതിന് ഒരു ഇതാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിന് ഞാൻ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആൾ സ്വയം ആളുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ, കുറച്ചിപ്പോ ചോറ് താഴെ പോയാലും കുഴപ്പമില്ല, പിള്ളേർ അങ്ങനെ സ്വയമായിട്ട് ഇങ്ങനെ ചെയ്ത് പഠിക്കട്ടെ എന്ന് ഓർത്തിട്ട്. പിന്നെ ആൾക്കും ഭയങ്കര താല്പര്യം കൂടുതലാണ്, തന്നെ കഴിക്കണമൊക്കെ തന്നെ ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാട്ടോ. അങ്ങനെ ആള് ഒരുവിധത്തിൽ ആളുടെ ഫുഡ് അടിയൊക്കെ ആള് മുക്കാവാൻ കഴിച്ചപ്പോ ഞാനും ദേ കഴിക്കായിരുന്നു, ചേട്ടനൊക്കെ കൂടി. അങ്ങനെ ദേ നമുക്ക് നല്ല മാങ്ങിയിട്ടിട്ടുള്ള നമ്മുടെ മാന്തള് കറി ഉണ്ട്, പിന്നെ നമ്മുടെ കോവയ്ക്കുണ്ട്, പിന്നെ ഞാൻ ഒരു മീൻ കുറെ കാലത്തിന് ശേഷം ദേ ഒരു വറുത്ത മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെയാണ്. ചോറ് വേണോ? മതിയാ? മീനാണെങ്കിൽ എടുത്തോ. കൂടുതലുള്ള അബദ്ധായില്ലേ, വാവയ്ക്ക് എടുക്കായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യാന്ന് വെച്ചാല് നമുക്ക് ഞങ്ങള് കുറച്ച് വർക്കുള്ളൂ, വെളുക്കാണ് കൂടുതൽ വറക്കുക. അപ്പൊ ഉച്ചക്ക് വറക്കും, വൈകുന്നേരത്തേക്കും വറക്കും, പിന്നെ ഇത്തിരി വേണമെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേ ദിവസം വറുത്ത് കൊടുക്കും. 1 നാളെയൊക്കെ തിന്നു. ഇത് നമ്മുടെ ബട്ടർ വൈറ്റ് ആയിട്ടുള്ള നമ്മുടെ പ്യുവർ കസ്തൂരി മഞ്ഞളാട്ടോ. നമ്മൾ ഇവിടെയാണ് കൃഷി ചെയ്യണത്, അന്തിക്കാട്. അപ്പോൾ ഇവിടെ അച്ഛനാട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണത്. അപ്പം ഇത് നമ്മൾ പറിച്ചെടുത്തിട്ട് ഇനി ഇതിൻ്റെ ഞാരൊക്കെ കളഞ്ഞ് കഴുകി നമ്മൾ ക്ലീനൊക്കെ ചെയ്ത് കഴുകിയൊക്കെയാണ് നമ്മൾ പൗഡർ സെക്ഷനിലേക്ക് എത്തുന്നത്, പൊടിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഇത് നമ്മള് ഈ ഞാര് കളഞ്ഞതാട്ടോ. നല്ല വലിപ്പമുള്ള, നല്ല ക്വാളിറ്റി ഉള്ള, നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടർ വൈറ്റ് ആയിട്ടുള്ള നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്. ഇവിടെ നമ്മുടെ വീട്ടില് നമ്മള് പറമ്പില് കൃഷി ചെയ്യണതാട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അത്രയും നല്ലതാണ്. നമുക്ക് സ്കിന്നിനും നമുക്ക് ബാത്ത് പൗഡർ ആയിട്ടും ഫേസ് പാക്ക് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ നല്ലതാ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. നല്ല പ്യുവർ ആയിട്ടുള്ള, നല്ല ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതാട്ടോ ഈ ഒരു കസ്തൂരി മഞ്ഞൾ. അപ്പൊ ഞങ്ങളിതേ ഇറങ്ങിട്ടോ. അങ്ങനെ ഇനി കുറെ സ്ഥലങ്ങളിൽ പോവണ്ട, അപ്പൊ അധികം നേരം നിൽക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ കസ്തൂരി മഞ്ഞൾ നമ്മൾ കൊണ്ടുപോവാണ്, നമ്മൾ പൊടിപ്പിക്കൂട്ടോ. അങ്ങനെ കേട്ടോ. നമ്മളിത് അച്ഛൻ കൃഷി ചെയ്ത മഞ്ഞളൊക്കെ നമ്മളിത് കേട്ടിട്ടുണ്ട് കേട്ടോ, ബാക്കിലും ഒക്കെ ആയിട്ടുണ്ട്. കോള് വരുന്നില്ലേ?
കണ്ടുവർത്താൻ പറയാം. ഇതേ മഞ്ഞളൊക്കെ എടുത്ത് അച്ഛന്റെ എന്താ പറയാ അധ്വാനാണ് കേട്ടോ ബാക്കിൽ എടുക്കുന്നത്. അങ്ങനെ നല്ല മഞ്ഞളാണ്, ബട്ടർ വൈറ്റ് ആയിട്ടുള്ള നമ്മുടെ പ്യുവർ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞളാട്ടോ. നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഫേസിൽ ഫേസ് പാക്ക് ആയിട്ടും ബോഡി എന്താ പറയാ ക്ലെൻസറായിട്ടും പാർക്കുട്ടിയൊക്കെ ഞങ്ങൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉണ്ണിക്കൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടോ കാണിച്ചിട്ടുണ്ട് ഞാൻ. അതങ്ങനെ പാലിൽ നമുക്ക് കുറുക്കിയും പാലില് എന്താ പറയാ തിളപ്പിച്ചിട്ടുള്ള ചൂടാറിയിട്ടുള്ള പാലില് അങ്ങനെ അപ്പൊ ഒരു ക്രീമി മാതിരി ആവില്ല, അതിൽ മിക്സ് ചെയ്തിട്ടും പിന്നെ ഫേസ് പാക്ക് ആയിട്ട് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടും ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. നമ്മളിത് നമ്മുടെ എന്താ പറയാ യാതൊരു വിധത്തിലുള്ള കെമിക്കലൊന്നും ചേർക്കാണ്ട് നമ്മുടെ ജൈവവളം ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എന്താ പറയാ ആ ഒരു ഇതാണ് അത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്. അപ്പൊ ഇനി നമ്മൾ ഞങ്ങളുടെ പോണ് ഇനി നമുക്ക് കുറെ പരിപാടി ഉണ്ട്. നമ്മുടെ സെയിലിന്റെ ഭാഗമായിട്ടുള്ള യാത്രകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സെയിലിന് കുറച്ച് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് പോകുമ്പോ നമ്മുടെ ആടുംകൂടി കേറിപ്പിക്കും. അങ്ങനെ അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങനെ നമ്മളിതേ പോവാട്ടാ. അപ്പൊ ഇനി ഞാൻ പതുക്കെ ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണമൊക്കെ ചെയ്യാട്ടാ. നമ്മള് തൃശ്ശൂര് നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാല് ഭാവന കാണിച്ചു കൊടുക്കാം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാലേ നമ്മള് ഈ എന്താ പറയാ ജില്ലാ കലോത്സവം അല്ലേ, സോറി സംസ്ഥാന കലോത്സവം ഉണ്ടായിരുന്നു. തൃശ്ശൂരാണ്. അപ്പൊ അതിന്റെ ഒരു തിക്കും തിരക്കായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര ബ്ലോക്കും. അപ്പൊ ഞങ്ങളിപ്പോ പോയത് പാറക്കുട്ടിക്ക് ഒരു ചെണ്ട വാങ്ങി. ഇതേ പാറക്കുട്ടിയോടെ ചെണ്ട കൂട്ടിയിരിക്കുന്നു. വീട്ടിലുള്ള ചെണ്ടയ്ക്ക് എടുത്ത് പൊന്തിക്കാൻ പറ്റണില്ല, ചെണ്ട വേണമെന്ന്. അപ്പൊ അത് മേടിച്ചു. പിന്നെ 100 രൂപയ്ക്ക് ചെരുപ്പോട് കുറെ കണ്ടു നമ്മുടെ ഈ മുനിസിപ്പലിന്റെ ബാക്കില് ആ സ്ഥലത്ത്. അപ്പൊ പുത്തമ്പള്ളിയുടെ കാണിച്ച് താഴ്ത്തി വെച്ചെടുക്കാണ്. 100 രൂപ താഴ്ത്ത് ഇങ്ങോട്ട് കാണിക്ക്. അടി മാത്രല്ല കാണണം, മോൾ ഭാഗം കാണണ്ടേ. അതെ തന്നെ. അപ്പൊ അത് വാങ്ങിച്ചു. അതെ, അവൾക്ക് 2 മാസം അല്ല 3 മാസം മുന്നേ ഞങ്ങള് 850 രൂപ കൊടുത്തിട്ട് ഒരു ഷൂ മേടിച്ചു, ലൈറ്റ് ഒക്കെ കത്തണ പോലത്തെ ആയിട്ട്. അത് വിടാൻ പറ്റണില്ല, വലുതായി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് 100 രൂപ 200 രൂപ കൂടി എന്നാ 300 രൂപ ഇത്ര റേറ്റിന് രൂപ അതന്നെ ഈ പൈസക്ക് മേടിക്കണം നല്ലത് കേട്ടോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനത്തെ കുട്ടികൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് വലുതൊക്കെ നോക്കി മേടിച്ച് 1000-2000 മേടിച്ചെടുത്ത് ഒരു 2 മാസം കഴിയുമ്പോൾ വലുതാവ് ഇടാൻ പറ്റുണ്ടാവും. അപ്പൊ അത് നമ്മൾക്ക് നഷ്ടമല്ല. ഈ 1000-2000 കഥ പറഞ്ഞപ്പോഴാണ് ഞാനൊരു വുഡ്ലാൻഡ് മേടിച്ചിട്ട് അങ്ങനെ ഒരു പ്രാവശ്യം ഇട്ടിട്ടോട്ടാ. അത് എനിക്ക് പാകമാണത്തിന് ഞാനിട്ട് പറഞ്ഞത്. എനിക്ക് വാങ്ങിച്ചതാട്ടാ, ഞാൻ ഇട്ടിട്ടില്ല. എന്നുവെച്ചാലേ ഇവള് പാർക്കുട്ടിക്ക് 1 വയസ്സുള്ള സമയത്ത് മുന്നാണ് മേടിച്ചത്, 1 വയസ്സിന് മുന്നേ. അപ്പൊ നമ്മളതില് വലിയ ട്രിപ്പ് പോയില്ലേ, നമ്മളൊരു ഓൾ ഇന്ത്യ ട്രിപ്പ്. അന്ന് മേടിച്ചു, നല്ലതായിരുന്നു. കാര്യം സംഭവം നല്ല വുഡ്ലാൻഡ് ചെരുപ്പ്. പക്ഷെ എനിക്ക് അന്ന് ഈ ഉണ്ണീനെ കൊണ്ട് നടക്കുമ്പോ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ കയറി ഇറങ്ങുമ്പോഴേ അതിന്റെ വള്ളി ഊരാൻ അഴിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഉണ്ണീനെ എടുക്കുക, വള്ളി ഊര അഴിക്കുക, പിന്നെ എവിടെയെങ്കിലും കയറുമ്പോ അത് ഊര വഴിക്കുക ഇരിക്കുക. അങ്ങനെ ഇപ്പൊ ഞാനത് അവിടെ വെച്ച് ഒന്ന് ഫ്രീ ആയി പറഞ്ഞിട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ അപ്പൊ ഇനി നമ്മള് പോണത് നമ്മുടെ ഒരു കംപ്ലൈന്റ് പോലും വരില്ല, ഒരു കീറല് പോലും വരില്ല. വുഡ്ലാൻഡിന്റെ പരസ്യം പറഞ്ഞിട്ടാ. അപ്പൊ ഇനി നമ്മള് പോണെങ്കിലാന്നറിയോ, നമ്മുടെ എന്താ പറയാ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്കാണ്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്നൊരു എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കണം എന്നുണ്ട്. ഞാൻ ഫുൾ ഷുഗർ കട്ടാണ് കേട്ടോ കുറെ നാളായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്ന് ഒരു ചെറിയ ഷുഗർ കഴിക്കണം എന്നല്ല, ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം. അപ്പൊ അതിനൊരു എന്തെങ്കിലും ചേട്ടനോട് ചോദിച്ചിട്ട് മേടിക്കണം. അങ്ങനെ നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റിൽ വന്നു. നമുക്ക് കുറെ സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു. നമ്മുടെ ഷാംപൂ, കണ്ടീഷണർ, ഹെയർ ഓയിൽ, അങ്ങനത്തെ കുറെ സ്കിൻ കെയർ ഓയിൽ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് എടുക്കാണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ന്യൂ പ്രൊഡക്ട്സ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ മീറ്റിംഗ് ഉണ്ട്. അതാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നത്. പിന്നെ നമുക്ക് ഇവിടെ നെലാസെപ്സിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഒരുപാട് സ്റ്റാഫും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റിലെ സ്റ്റാഫും അതുപോലെ അവിടെയുള്ള ടെക്നീഷ്യൻസ് എല്ലാം ഉണ്ട്. അപ്പൊ അവരായിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മളൊരു മീറ്റിംഗ് പോലെ അറേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് സംസാരിച്ചിട്ടാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റും നമ്മൾ ഇറക്കണത്. ഒരു ലോഡ് സാധനങ്ങളുമായി ഞങ്ങൾ പാർക്കുട്ടനെ കാണാനില്ല, അത്രയധികം സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ
ചുടിക്കുന്ന വേർപ്പ അതിന് മാത്രം വെള്ളപ്പാട് എവിടെ ഇപ്പൊ പോയി ഇല്ല. എനിക്ക് അത് തോന്നുന്നുണ്ട് അവളെ പടമില്ലേ. അങ്ങനെ ഞങ്ങളിതേ ക്ഷീണിച്ച് ടയർഡായിട്ടാ പാർക്കുട്ടി എവിടെ ഇരിക്കുന്നുണ്ട് ഇടയിൽ ഇരിക്കണം. അയ്യോ അങ്ങനെ ഞങ്ങളിതേ എനിക്കൊരു ബൂസ്റ്റ് കുടിക്കണം എന്നൊരു ആഗ്രഹം. കുറെ കാലമായിട്ട് പാല് ഉപയോഗിക്കലില്ല. അപ്പോ പാൽക്കുട്ടനാണെങ്കിൽ പഫ് ഭയങ്കര ഇഷ്ടം. പഫ്സ് ഇല്ലേ, പഫ്സ്. അപ്പൊ കടയിൽ ഇരുന്ന് കഴിക്കണം എന്നാണ് ആള് പറയണത്. അപ്പൊ ആളുടെ ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ. സോ ഞങ്ങള് ഒരു പഫ് കട തെരഞ്ഞ് അവിടെ ഇരുന്ന് ഞാനൊരു ബൂസ്റ്റ് കുടിക്കും വിത്തൗട്ട് ഷുഗർ. പക്ഷെ ബൂസ്റ്റില് ഷുഗർ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എന്താ പറയാ, പാറക്കുട്ടനൊരു പഫ്. എന്നിട്ട് നമ്മൾ വീട്ടിൽ പോവും. അമ്മുകുട്ടി എത്തി. അമ്മുകുട്ടി ട്യൂഷന് പോയി. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ അവള് നേരെ സ്കൂളിൽ നിന്ന് ട്യൂഷന് പോയി. അപ്പൊ ഇനി നമ്മള് നേരെ അപ്പൊ രണ്ട് രോഞ്ചാമ്മ. അപ്പൊ ഞങ്ങളിനി നേരെ ഇവിടെ എവിടെയെങ്കിലും ചായക്കട കിട്ടാം. പഫൊക്കെ ഇനി കഴിഞ്ഞിണ്ടാവും. ചായയും കുടിച്ചെല്ലാരും നേരെ വൈകുന്നേരം ഊണ് കഴിക്കാനുള്ള ഡിന്നർ കഴിക്കാനുള്ള നേരെ. എന്നിട്ട് ഞങ്ങൾ പഫ് അന്വേഷിച്ചിട്ട് പോകണം. അങ്ങനെ ദേ ഇവിടെ വന്ന് നോക്കിയപ്പോ ഒരു എഗ് പപ്സ് ഉള്ളു, പിന്നെ ഒരു വെജ് പപ്സ് ഉള്ളു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വെജ് പപ്സ് വാങ്ങിച്ചു. പാർക്കുട്ടിക്ക് എഗ് പപ്സും. അവൾക്ക് എഗ് പപ്സ് ഇഷ്ടം. അപ്പൊ അവൾക്ക് മെയിൻ ആയിട്ട് പപ്സിന്റെ പുറത്തെ തൊലിയില് തിന്നാനാണ്. അപ്പൊ ഏത് പപ്സ് ആണെങ്കിലും തിന്നും, എന്നാലും പിന്നെ എഗ്ഗിന്റെ വൈറ്റ് കഴിക്കും. അപ്പൊ പിന്നെ ഞാനൊരു ബൂസ്റ്റ്, മധുരിടാത്ത ബൂസ്റ്റ് കുടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. കാപ്പി വേണ്ട വെച്ചിട്ടാണ്, കാരണം അതിന്റെ ഒരു അഡിക്ഷൻ വന്നാലും ഒരു പേടി. അതുകൊണ്ട് ഞാൻ ബൂസ്റ്റ് ആക്കി ഒഴിവാക്കി കാപ്പീന്. പിന്നെ ക്യാപ്പിച്ചുവിന് എപ്പോഴെങ്കിലും ഒന്ന് കുടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്നാ നോക്കട്ടെ, പിന്നെ എപ്പോഴെങ്കിലും. ഇരുട്ടായിട്ട് ഏകദേശം ഒരു 6:30 അപ്പൊ ഞാനൊരു ബൂസ്റ്റ് കുടിച്ചു. മധുരിടാത്ത ബൂസ്റ്റ്. പിന്നെ എന്താ പറയാ, പാലും ഇല്ലതുകൊണ്ട് വെറുതെ ഒരു വെള്ളം മാറിയതുകൊണ്ട്. പിന്നെ അതേ പാറു എന്താ കഴിച്ചേ? പാറു പഫ് കഴിച്ചു. പിന്നെ ഞാനൊരു പഫ് എന്ന് പറഞ്ഞില്ലേ, പഫ് എഗ് പഫ്. പിന്നെ ഞാൻ അവിടെ നോക്കുമ്പോ ഒരു പപ്സും ഒരു വെജ് പപ്സും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വെജ് പപ്സ് ഞാനും വിൻചേട്ടനും കൂടെ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനമാണ് പഫ്. പക്ഷെ ഞാൻ ചെറുതായിരിക്കുമ്പോ ഞാൻ നല്ല കഴിക്കൽ കഴിച്ചിട്ടുണ്ടോ. അവിടെ നിന്ന് ചില്ലർ കിട്ടി കഴിഞ്ഞാൽ അപ്പൊ ഒരു പപ്സ് ഒരു ക്ലിയർ ലെമൺ അങ്ങനെ കൊണ്ടുപോയിട്ട് അന്ന് പപ്സിന് 3 രൂപ, 3 രൂപ 3.80 അങ്ങനെ എന്തോ ഉണ്ട്. എന്റെ അന്തിക്കാടന്റെ വീടിന്റെ അടുത്ത് ഒരു ബേക്കറിയിൽ അവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. മറ്റേ ഇതിലൊക്കെ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ വലിയൊരു ഓവന്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിട്ട് അതിനുള്ളിൽ തന്നെയാണ് അവർ വെക്കുന്നത്. അതിനുള്ളിൽ നിന്ന് തോണ്ടി എടുത്ത് തരും. അതിനുള്ളിൽ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ്. ഡെൽമ ബേക്കറി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വെജ് പപ്സ് കഴിച്ചു. പാർക്കുട്ടിക്ക് പാർക്കുട്ടി അതിന്റെ ഉള്ളിലത്തെ എരുഭാഗം ഇല്ലേ, മസാല, ആ ഭാഗം തിന്നില്ല. പുറന്തോയിലേക്ക് ആള് ഇങ്ങനെ കഴിക്കും, മറ്റേ മസാലക്കൂട്ടും. പിന്നെ മുട്ടയുടെ മഞ്ഞ അവിടെ ഇടും. ആൾക്ക് മുട്ടയുടെ മഞ്ഞ തീരെ ഇഷ്ടമില്ല. വീട്ടിലാണെങ്കിലും അത് മുട്ടയുടെ മഞ്ഞ കഴിക്കില്ല, വെള്ളം മാത്രം കഴിക്കുള്ളൂ. അങ്ങനെ അപ്പൊ ഇനി വൈകുന്നേരം കഴിഞ്ഞപ്പോ കാണില്ല വീഡിയോ എടുക്കുമ്പോ ലൈറ്റിലൊക്കെ. നമുക്കത് കാരണം വീട്ടിൽ ചെന്നിട്ട് ഇനി ബാക്കി വിശേഷമൊക്കെ. ഈ കലോത്സവമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക്കും ബ്ലോക്കും ഒക്കെ താണ്ടി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോ 9 മണി ആവാറായിട്ടോ. അതേ പാറക്കുട്ടി നല്ല ഉറക്കമുണ്ട്. അതുപോലെ തന്നെ ഉറങ്ങി കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്, കാരണം പിന്നെ കുറെ നേരം കണ്ടിട്ട് ഉറങ്ങുള്ളേ. നമുക്കാണെങ്കിൽ ക്ഷീണം ഉണ്ടായിട്ട് ഞാൻ പിന്നെ ചേട്ടൻ വണ്ടി ഓടിക്കണ ഞാൻ അങ്ങനെ ഇരുന്ന് ഉറങ്ങാറില്ല, സംസാരിച്ചിരിക്കുക ചെയ്യാട്ടോ. ഹലോ, അപ്പൊ ഞാൻ വീട്ടിലെത്തി, ഫ്രഷായി, ബ്രഷൊക്കെ ചെയ്ത് സ്കിൻ കെയർ ഒക്കെ ചെയ്ത്. ഞാൻ ഒന്നും കഴിച്ചില്ല കേട്ടോ. എനിക്ക് എന്താന്ന് അറിയില്ല. എനിക്ക് ഒന്നാമത്തെ പപ്സ് അല്ലേ കഴിച്ചുള്ളൂ. ഇവിടെ വന്നിട്ടൊന്നും നമ്മൾ കഴിച്ചില്ലല്ലോ. അപ്പൊ ഞാന് കിടക്കാന്ന് വിചാരിച്ചു. സ്കിൻ കെയർ ഒക്കെ ചെയ്തു, പല്ലൊക്കെ തേച്ച്, ലിബാം ഇട്ടില്ല. അപ്പോ ഒരു 9 മണി ആവാനെ പോണേ. അപ്പൊ പിള്ളേർക്കും ചേട്ടനൊക്കെ ചേട്ടൻ പറഞ്ഞു മറ്റേ ഷവായി മസാല അത് മേടിക്കാന്ന്. ഇനിയിപ്പോ ഉണ്ടാക്കാനും പിടിക്കും. 9 മണി ആവാറായില്ലേ. ഉണ്ടാക്കി വരുന്ന കുറെ നേരം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തേലും മേടിക്കാന്ന്. ചേട്ടനാണ് പോയിട്ടുണ്ട് പുറത്തേക്ക്. അപ്പൊ എനിക്ക് വേണ്ടാന്ന്. എനിക്ക് ഒന്നാമത്തെ ലേറ്റ് നൈറ്റ് ഇപ്പൊ കഴിക്കുന്നത് തീരെ ഇഷ്ടമില്ല. ഞാൻ നേരത്തെ കഴിക്കും, 5 മണി 6 മണി ആകുമ്പോഴേക്കും കഴിക്കും. പിന്നെ എനിക്ക് ഒന്നാമത് വിശക്കണില്ല, കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഉച്ചക്കലത്തെ ചോറ് തന്നെ, പക്ഷെ എന്നാലും വിശക്കണില്ല.
പാറ പപ്സ് തിന്നാനായിരിക്കും. വേണമെങ്കിൽ ചിലപ്പോ പപ്സ് കഴിച്ചോണ്ടായിരിക്കാം നമ്മൾ ആ സമയത്താണ് കഴിക്കണത്. ഞാൻ എന്റെ ഡിന്നർ കഴിക്കുന്നത് 5 മണി 6 മണിയുള്ളിൽ. അപ്പൊ വേണമെങ്കിൽ ആ സമയത്ത് കഴിച്ചപ്പോ തലച്ചോറിക്ക് പോയിണ്ടാവും, നീ കഴിച്ചു കഴിഞ്ഞു, നിന്റെ പരിപാടി കഴിഞ്ഞു, അതായിരിക്കാം വിശക്കില്ലാത്തത്. അങ്ങനെ അപ്പൊ ഞങ്ങള് കിടക്കാൻ പോവാട്ടാ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ചെറിയൊരു വ്ളോഗും പിന്നെ നമ്മുടെ വീട്ടിലത്തെ കുറെ കലാപരിപാടികളും കുറുമ്പത്തി പാറുവിന്റെ കളികളൊക്കെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു. ലവ് യു പറയ്. ഓ ഞാൻ ഇപ്പൊ കട്ടാക്കൂട്ടെ. ലവ് യു പറഞ്ഞോ വേഗം. ലവ്ലി അല്ല, ലവ്ലി അല്ലേ, ലവ് യു പറയ്. ലവ് യു പറയ്. ലവ് യു. ടാറ്റ പറയ്. ടാറ്റ.